വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. പരാതിക്കാരെ കണ്ടെത്താൻ നീക്കം തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട നീക്കം പോലീസ് ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു. അരുൺ ചേരുകയാണ്. അരുണ്, ഇതുമായി ബന്ധപ്പെട്ട് പരാതിയില്ല, ആരോപണം മാത്രമാണ്. ഏത് തരത്തിലാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്? അരുൺ അല്പസമയത്തിനകം ചേരും. രാഹുലിനെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. അരുൺ, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കേസെടുത്തിരിക്കുന്നത്. കൃത്യമായി പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും അതിൽ കേസെടുക്കേണ്ട വകുപ്പുകളുണ്ട് എന്ന് പോലീസ് തിരിച്ചറിയുന്നു. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന് മാത്രമല്ല, നടത്തിയില്ലെങ്കിൽ കൊല്ലാൻ ഒരു നിമിഷം മതി തനിക്ക് എന്ന ഒരു ഭീഷണി കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അത് കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ വകുപ്പുകൾ ഏതൊക്കെയെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സർക്കാർ തുടങ്ങുകയാണ്. അത് നേരത്തെ എന്തുകൊണ്ട് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നില്ല? സ്റ്റേറ്റിന് ഇത്തരമൊരു അധികാരവും അവകാശവും ഇല്ലേ? കാരണം ഇരകൾ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളാണ്, അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയാൾക്കെതിരെ പരാതി പറയാൻ ഇരകൾക്ക് ഭയമുണ്ടാകുക സ്വാഭാവികമാണ്. അവർക്ക് വലിയൊരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതൊരു ധൈര്യമായി മുന്നോട്ട് വരില്ല. ആ സൂചന ഉണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയോട് നമ്മൾ ചോദിച്ച ചോദ്യം അത് തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഇരകൾക്ക് പരാതി പറയാൻ ഭയമുണ്ടാകാം, അവിടെ സംരക്ഷണം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുമോ? ഒരു ഭയവും വേണ്ട, ആർക്കും പരാതിയുമായി എത്താമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ തൊട്ട് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയത്. ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം കൈമാറുകയായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ വിശദാംശങ്ങളൊക്കെ അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇതുവരെ പരാതിയില്ല എന്നൊരു ന്യായമാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് തന്നെ പരാതി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു. വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അല്പസമയം മുമ്പ് കെ.പി.സി. അധ്യക്ഷൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെങ്കിൽ തീരുമാനമെടുക്കേണ്ട രാഹുലാണ്, പാർട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്നൊരു വ്യത്യസ്തമായ നിലപാട് കെ.പി.സി. അധ്യക്ഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഏതായാലും നിയമ നടപടി നേരിടേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. ക്രൈംബ്രാഞ്ച് അന്വേഷണം വിഷയത്തിൽ ഉണ്ടാകുന്നു. നിരവധി പരാതികൾ പെൺകുട്ടികൾ നൽകിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇരകൾ നൽകിയില്ലെങ്കിൽ പോലും മറ്റു പരാതികളൊക്കെ നേരത്തെ തന്നെ പോലീസ് ലഭിച്ചിരുന്നു. ഒരുപക്ഷെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഇക്കാര്യം. അതായത് വളരെ കൃത്യമായ ഒരു അന്വേഷണ സംഘം ഉണ്ടാകും. ആ അന്വേഷണ സംഘം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കേസുകൾ പരിശോധിക്കും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് എന്നുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്. ആ തിരിച്ചറിയാനുള്ള ശ്രമം പോലീസ് അവിടെയാണ്. ഈ പറഞ്ഞതുപോലെ ശബ്ദ സന്ദേശമുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. അത് രാഹുലുമായി സംസാരിക്കുന്ന വളരെ കൃത്യമാണ്. അതൊക്കെ മുഖ്യമന്ത്രി ഇത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ നടിയായ റിനി ഈ ആരോപണവുമായി രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന് റിനി അല്പസമയം മുമ്പ് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ട്രാൻസ്ജെൻഡറിന്റെ രാഹുലുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. ഈ 3 പേരെയും ചോദ്യം ചെയ്യുക, അവരിൽ നിന്ന് മൊഴികൾ ശേഖരിക്കുക, അത് നിയമപരമായി സാധ്യമാണ് എന്നുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ നിയമോപദേശമാണോ പോലീസിന് ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത്ര ദിവസം പോലീസ് ഒരു നടപടിയിലേക്ക് നീങ്ങാത്തത്. കാരണം പ്രതിപക്ഷ എം.എൽ.എ. ആണ്, പ്രധാനപ്പെട്ട യുവ നേതാവാണ്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ എടുത്തിയാടി അറസ്റ്റിലേക്കും മറ്റും പോയാൽ, അല്ലെങ്കിൽ കേസെടുത്താൽ അത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള നടപടിയെന്ന് വ്യാഖ്യാനിക്കപ്പെടും. അവിടെ ഇയാൾക്ക് കോടതി ജാമ്യം നൽകുകയോ അല്ലെങ്കിൽ പിന്നീട് നിരപരാധി തെളിയുകയോ ചെയ്താൽ ഒരുപക്ഷെ അത് സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് നിയമോപദേശം കൂടി തേടിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. മുഖ്യമന്ത്രി നിർദ്ദേശമുണ്ടായിരുന്നു കേസെടുക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് പരിശോധിക്കാൻ. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇതിന്റെ സാധ്യതകൾ പരിശോധിച്ചു. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണപ്പെടാനും പ്രാഥമികമായി കേസ് ചാർജ് ചെയ്യാനും കേസ് രജിസ്റ്റർ ചെയ്യാനും തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ എന്തൊക്കെ ആരോപണങ്ങളിലാണ് കേസെടുത്തതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും നിയമ നടപടി ഉണ്ടാകുന്നു. രാഹുൽ ഇനി അവിടെയും മറുപടി പറയേണ്ടി വരും, പോലീസിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും, അന്വേഷണം നേരിടേണ്ടി വരും. ഈ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ രാഹുലിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടായ പെൺകുട്ടികൾ
പെൺകുട്ടികൾ അവരുടെയൊക്കെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. അതിനുള്ള ശ്രമങ്ങൾ നീക്കങ്ങൾ ഇതിനകം അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ആകും ഈ കേസ് അന്വേഷിക്കുക, പരാതികൾ അന്വേഷിക്കുക. ഒരു പരാതിയല്ല, ഒരു പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട പരാതി മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം പരാതികൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് ഇനിയും കൂടുതൽ പരാതികൾ ഉണ്ടായേക്കാം, കൂടുതൽ ഇരകൾ ഉണ്ടായേക്കാം എന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെയാകും ഇത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുക. ലോക്കൽ പോലീസ് സഹായം അവർക്ക് ഉണ്ടാകും. ഇതിനകം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ റിപ്പോർട്ടുകളൊക്കെ മുഖ്യമന്ത്രി ഓഫീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തനിക്ക് പല വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയുന്ന വിവരങ്ങളല്ലല്ലോ എന്നൊരു മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ട്. അതായത് കൃത്യമായ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്, മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്, അദ്ദേഹത്തിന്റെ ടേബിളിലുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി അത്തരം സാധ്യതകൾ പരിശോധിക്കാൻ, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള, കേസെടുക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിയമ നടപടികളുമായി പോലീസ് നിരവധിയായ പരാതികൾ MLA-മാരുമായി ബന്ധപ്പെട്ട് പോലും ലഭിച്ച പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ അന്തരീക്ഷത്തിൽ ചർച്ചയിലുണ്ട്. രാഹുലിന്റെ ആരോപണം വന്നപ്പോൾ അപ്പോഴൊന്നും നിയമ നടപടികൾ കാര്യമായി മുന്നോട്ട് പോയിരുന്നില്ല. അതിൽ കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെ പുറത്താക്കിയ കോൺഗ്രസ്, പ്രതിപക്ഷം, രാഹുലിനെ വളർത്തി കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് ഷാഫി പറമ്പിൽ, KPC അധ്യക്ഷനൊക്കെ എങ്ങനെ ഈ വിഷയത്തിൽ പ്രതികരിക്കും, പ്രതിരോധിക്കുമെന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് KPC ആസാദ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ രാജിവെക്കണമോ തീരുമാനിക്കേണ്ടത് KPCC അല്ല, പാർട്ടിയല്ല. പാർട്ടി രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. വിചിത്രമായ മറുപടിയാണ് KPC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, KPCC നൽകിയ കോൺഗ്രസിന്റെ ടിക്കറ്റിലല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് ജയിച്ചത്? അങ്ങനെയെങ്കിൽ അയാൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടേണ്ടത് KPCC അല്ലേ? അപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞ മറുപടി, KPCC ടിക്കറ്റ് നൽകുക മാത്രമാണ് ചെയ്തത്, ജയിപ്പിച്ചത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാജിവെക്കണോ തീരുമാനിക്കേണ്ടത് രാഹുലാണ്. രാഹുൽ രാജിവെക്കേണ്ടതോ വെക്കണമോ എന്നൊരു നിലപാട് പറയാതെ അത് രാഹുലിന്റെ തീരുമാനത്തിൽ വിടുകയായിരുന്നു KPCC അധ്യക്ഷൻ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് കൈപ്പത്തി ചിത്രത്തിൽ മത്സരിക്കാൻ അനുമതി നൽകിയ അതേ KPCC അധ്യക്ഷനാണ് പറയുന്നത് അത് രാജി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത്. അതിലൊരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും ഒരു നടപടിയിലേക്ക് കൂടി കടക്കുകയാണ്. കോൺഗ്രസും കാത്തിരിക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് കാത്തിരിക്കുന്നത് നിയമ നടപടി ഉണ്ടാകുമോ, ആരെങ്കിലും പരാതിയുമായി വരുമോ, പോലീസ് അന്വേഷണം പ്രഖ്യാപിക്കുമോ, അതിനുശേഷമെങ്കിൽ രാജിവെക്കാൻ തന്നെ ആവശ്യപ്പെടാം എന്നൊരു ആലോചന കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസിൽ പോകേണ്ടി വരും. ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന് പിന്നാലെ രാഹുലിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ പോലീസ് തയ്യാറായാൽ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാകും. പാർട്ടി പുറത്താക്കിയ ആളെന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ കോൺഗ്രസിൽ നൽകിയ ടിക്കറ്റിൽ വിജയിച്ചു വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്തം ആ പാർട്ടിയോട് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ പോലീസിലെ നടപടി ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ദിവസം MLA ആയി തുടരുമെന്നതിന്റെ ഒരു തീരുമാനവും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഏറ്റവും ഒടുവിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അന്വേഷണ വഴികളിലാണ് രാഹുൽ ഉണ്ടാവുക. രാഹുലിനെ ചോദ്യം ചെയ്യും. ഒപ്പം നേരത്തെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെയും സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രാവിലെ